മലപ്പുറം ലോക്സഭാ മണ്ഡലം മിക്ക സമയത്തും UDF-നൊപ്പമാണ് മലപ്പുറം മണ്ഡലം നിന്നിട്ടുള്ളത്. ഇടതുപക്ഷത്തിന്റെ പരീക്ഷണശാല കൂടിയാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം. മലപ്പുറം ലോക്സഭാ മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. 2009-ൽ TK ഹംസ മഞ്ചേരി മണ്ഡലത്തിൽ നിന്നും അട്ടിമറി വിജയം കരസ്ഥമാക്കിയതാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. ET മുഹമ്മദ് ബഷീർ പാർലമെന്ററി രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നേതാവ്, മുസ്ലിം ലീഗിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി. വി വസീഫ് പാർലമെന്ററി രംഗത്ത് കന്നിയംഗം. DYFIയുടെ സംസ്ഥാന പ്രസിഡന്റും അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമാണ് വസീഫ്. ഡോക്ടർ M അബ്ദുസലാം കാലിക്കറ്റ് സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. 2021-ലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ 1,14,692 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അബ്ദുസമദ് സമദാനി വിജയിച്ചത്. 2017-ൽ PK കുഞ്ഞാലിക്കുട്ടി നേടിയ 2,60,153 വോട്ടിന് ലീഡാണ് മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. CPM-ന്റെ VP സാനുവിന് 2017-നേക്കാൾ 1,45,461 വോട്ട് എതിർ സ്ഥാനാർത്ഥിയുടെ കുറയ്ക്കാനായി. 7 നിയമസഭാ മണ്ഡലങ്ങളും ലീഗിനൊപ്പമാണുള്ളത്. മലപ്പുറം, വേങ്ങര നിയമസഭാ മണ്ഡലങ്ങളിൽ 30,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ലീഗ് സ്ഥാനാർത്ഥികൾ നിയമസഭയിലെത്തിയത്. മങ്കട മണ്ഡലത്തിൽ 6,247 വോട്ടിനാണ് വിജയിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടന്ന പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നിന്നും വെറും 38 വോട്ടിനാണ് നജീബ് കാന്തപുരം വിജയിച്ചത്. മലപ്പുറം ഇത്തവണയും സുരക്ഷിതമാണെന്ന് ET മുഹമ്മദ് ബഷീർ പറയുന്നു. കന്നി വോട്ടർമാർക്ക് ഒരു പുതിയ പ്രതീക്ഷയും സംഗതിയൊക്കെ നൽകുന്നത് ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയാണെന്ന്. കാരണം ഇന്ത്യയിലെ സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിലെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മറ്റു മേഖലകളിലും വമ്പിച്ച തോതിലുള്ള റിഫോംസ് വരുത്തിയത് അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് കാലഘട്ടത്തിലൊക്കെ നടന്നിട്ടുള്ള നടപടികളാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചാണെങ്കിലും അത് തന്നെ. കേരളത്തിൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി പോലുള്ള സ്ഥാപനങ്ങൾ പോളിടെക്നിക്കാക്കി മാറ്റിയത് ഞാൻ വിദ്യാഭ്യാസ മന്ത്രി എന്ന കാലഘട്ടത്തിൽ. ഇപ്പോൾ പുതിയ തലമുറക്ക് ഞങ്ങളിൽ കൂടുതൽ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് അവരുടെ റെസ്പോൺസ് വളരെ സജീവമാണ്. എല്ലാ കോട്ടകളും തകരുമെന്നും ഇത്തവണ ഇടത് കാറ്റ് ആഞ്ഞു വീശുമെന്നും വി വസീഫ് വിശ്വസിക്കുന്നു. ഈ കോട്ടയാണ് എന്നൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നും ഇപ്പം ഇല്ല. എല്ലാ കോട്ടകളും പൊളിയാവുന്നതാണ് ഈ കാലഘട്ടത്തിൽ. അതിനനുസരിച്ചുള്ള ടെക്നോളജി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ടെക്നോളജിയുടെ കാലത്ത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് ഏത് കോട്ടയും പൊളിയും. ആ കോട്ടകൾ ഈ നാട് പൊളിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു അനുഭവം, ഈ പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അനുഭവം. നമുക്കറിയാം കുറ്റിപ്പുറവും തിരൂരും ഈ മഞ്ചേരി എന്ന് പറയുന്ന പഴയ മലപ്പുറം, ഇപ്പോഴത്തെ മലപ്പുറം, പഴയ മഞ്ചേരി ഒക്കെ ഇവിടെ UDF-ന് മുസ്ലിം ലീഗിന് അടിപതറിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യം ഇന്ന് 2004-ലുള്ള സാഹചര്യം ഇന്ന് 2024-ലും ഉണ്ട്. BJP-ക്ക് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമല്ല മലപ്പുറം. എന്നാൽ മോദി തരംഗം ആഞ്ഞു വീശുമെന്നാണ് ഡോക്ടർ M അബ്ദുസലാമിന്റെ പ്രതീക്ഷ. ഞാൻ നല്ല ഒരു വ്യത്യാസം കാണുന്നുണ്ട്. മാറ്റം ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇവിടെ. ഈ മൈനോറിറ്റി ഉണ്ട്, മെജോറിറ്റി ഉണ്ട്, കുട്ടികളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, കൃഷിക്കാരുണ്ട്. എല്ലാ വിഭാഗത്തിലും മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ പറഞ്ഞ മോഡിയെ പറ്റി അതും ഇതൊക്കെ പറഞ്ഞൊക്കെ ശരിയല്ലെന്ന് മനസ്സിലാക്കിയ ഒരുപാട് പേരുണ്ട്. ആ മോഡിയുടെ വേവ് ഇവിടെ നിലനിൽക്കുന്നു. ആ വേവ് അടിച്ചു കയറും. അതൊരു സുനാമി വേവായി വലിയൊരു വേവായിട്ട് ഇത് കയറി വരും എന്ന് സംശയമൊന്നുമില്ല. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞാണ് മലപ്പുറത്തെ പ്രചാരണം നീങ്ങുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന ചോദ്യത്തിനും സ്ഥാനാർത്ഥികൾക്ക് കൃത്യമായ മറുപടിയുണ്ട്. പാർലമെന്റിൽ ഏറ്റവും അധികം 94% അറ്റൻഡൻസ് എനിക്കുണ്ട്. അതുകൂടാതെ തന്നെ പാർലമെന്റ് ഡിബേറ്റുകളിൽ ഏറ്റവും അത് സ്റ്റേറ്റ് ആവറേജിൻ്റെയും കേന്ദ്ര ആവറേജിൻ്റെയും മുകളിലാണ് എൻ്റെ പെർഫോമൻസ്. അതുപോലെ തന്നെ ഏതാണ്ട് 300-ത്തിനടുത്ത് ചോദ്യങ്ങൾ പാർലമെന്റ് ചോദിച്ചിട്ടുണ്ട്. അതിൽ 5 പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലുണ്ട്. അത് വ്യത്യസ്തമായ വിഷയങ്ങളാണ്. ഒരു MP പാർലമെൻറ്റ് വർക്കല്ലാത്ത, പാർലമെൻറ്റിന് പുറത്തുള്ള MP-യുടെ ജോലി എന്താണ്? എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദയയിൽ അധിഷ്ഠിതമായ കമ്പാഷൻ ആൻഡ് കൈൻഡ്നെസ്, ഇത് അധിഷ്ഠിതമായ വർക്കുകളാണ്. ധാരാളമായിട്ടുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് അവരെനിക്ക് വോട്ട് ചെയ്യണം.
മറ്റൊന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുന്നണിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് വോട്ട് ചെയ്യണം. കാരണം അചഞ്ചലമായി മതനിരപേക്ഷതയുടെ ഭാഗമായി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എല്ലാ കാലത്തും നിലപാടെടുക്കുന്ന മുന്നണി എന്നുള്ള നിലക്കാണ് വോട്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ നിരന്തരം ഇടപെടാൻ സാധിക്കുന്ന ഒരു ജനപ്രതിനിധിയാകും എന്നുള്ള പ്രതീക്ഷയിൽ അവർ വോട്ട് ചെയ്യണം. വികസനവും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ്. മലപ്പുറം മണ്ഡലത്തിൽ വികസനം നടന്നിട്ടില്ലെന്ന് LDF സ്ഥാനാർത്ഥി പറയുന്നു. താൻ MP ആയാൽ കൊണ്ടുവരുന്ന കാര്യങ്ങളെക്കുറിച്ചും വസീഫിന് ധാരണയുണ്ട്. ഒന്ന് പിന്നെ ഒരു ദേശീയ സർവകലാശാലയായിട്ടുള്ള അലിഗഡ് സർവകലാശാലയ്ക്ക് 300ഓളം ഏക്കർ ഭൂമി സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുത്ത് നൽകുകയും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെയുള്ള ഒരു MP എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ പിടിച്ചു വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ അത് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടതുണ്ട്. എന്ത് ഉത്തരവാദിത്തം നിർവഹിച്ചത്? ഇപ്പോൾ നമ്മുടെ റെയിൽവേ ഇവിടെ നിന്ന് അങ്ങാടിപ്പുറത്തുനിന്നും നമ്മുടെ പോകുന്ന മേലാറ്റൂർ പോകുന്ന നമ്മുടെ റെയിൽവേ ഉണ്ടല്ലോ, ആ റെയിൽവേ സംവിധാനത്തിൽ എന്ത് മാറ്റാണ് വരുത്തിയത്? അവിടെ മറ്റേ കൊച്ചുവേളി വരെയാണ് ട്രെയിനുള്ളത്. ഒന്ന് തിരുവനന്തപുരത്തേക്ക് നീട്ടാൻ ഇത്ര പാടുണ്ടായിരുന്നു, ഇതുവരെ നീട്ടിയിട്ടില്ല, അതിനൊരു ഇടപെടൽ നടത്തിയിട്ടില്ല. പിന്നെ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു ഫുട്ബോൾ കേന്ദ്രമാണ്, കായിക ഭൂപടത്തിലെ ഒരു പ്രധാന കേന്ദ്രമാണ് ഈ മലപ്പുറം. അപ്പോൾ അങ്ങനെയുള്ളൊരു മലപ്പുറത്ത് അങ്ങനെ ഒരു അക്കാദമി, ഒരു ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിൽ ഫുട്ബോളിൻ്റെ ഒരു കേന്ദ്രമായി, ഒരു ഫുട്ബോളിൻ്റെ ഹബ്ബായി ഈ മലപ്പുറത്തെ മാറ്റാനൊക്കെ ഇത്രയും കാലമായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി ഇവർ എന്നെ പിന്തുണക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. പൊന്നാനി മണ്ഡലത്തിൽ തന്റെ പരിശ്രമം കൊണ്ടുവന്ന വികസനവും മലപ്പുറം മണ്ഡലത്തിൽ നടപ്പിലാക്കേണ്ട വികസന വിഷയങ്ങളെക്കുറിച്ചും ET മുഹമ്മദ് ബഷീറിനും കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. പൊന്നാനിയിൽ 3 സ്റ്റേഷൻ, കുറ്റിപ്പുറം, പരപ്പനങ്ങാടി, തെരൂർ, ഈ 3 സ്റ്റേഷനിൽ പ്രത്യേക പദ്ധതി ഉപയോഗിച്ച് ഈ ഏറ്റവും പുതിയ സ്കീം പ്രകാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള മാറ്റമാണ്. ഇനിയിപ്പോൾ താനൂരും ആ സ്കീമിലില്ല, താനൂരുമില്ല, തിരുനാവായില്ല. അവിടെ മറ്റ് പദ്ധതി പ്ലാൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായി കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. മറ്റ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ ഈ എല്ലാ സ്റ്റേഷനിലും മറ്റതിലടക്കം എല്ലാ സ്റ്റേഷനിലും ലിഫ്റ്റ് അടക്കം നമ്മുടെ തിരൂർ എസ്കലേറ്റർ അടക്കമുണ്ട്. മുൻഭാഗത്ത് വലിയ തോതിലുള്ള പാർക്കിംഗ് ഏരിയ വരികയാണ്. അതിൻ്റെ കിഴക്കൻ എൻട്രി നിങ്ങൾ പുതുതായിട്ട് തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ കുറ്റിപ്പുറം മൊത്തത്തിലാക്കി വികസിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. മുസ്ലിം ന്യൂനപക്ഷ വോട്ടർമാരാണ് മണ്ഡലത്തിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ രാജ്യത്താകമാനം നടക്കുന്ന മുസ്ലിം വിരുദ്ധ പ്രശ്നങ്ങളെല്ലാം ഇവിടെ ചർച്ചയാണ്. പൗരത്വ ഭേദഗതി വിഷയം സജീവമായി രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. മുസ്ലിം ന്യൂനപക്ഷ പ്രശ്നങ്ങൾ ഗൗരവത്തിലാണ് സ്ഥാനാർത്ഥികൾ ഉയർത്തുന്നത്. പൗരത്വ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തങ്ങളാണ് ശരിയായ നിലപാട് സ്വീകരിക്കുന്നതെന്ന് ഇടതുപക്ഷം പറയുന്നു. ഒരു CAA വിഷയം മാത്രമല്ല, രാജ്യത്തെ ധ്രുവീകരിക്കാൻ ബോധപൂർവമായി സംഘപരിവാരം നടപ്പിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ബീഫ് നിരോധനമുണ്ട്, CAA ഉണ്ട്, ഈ ഏക സിവിൽ കോഡുണ്ട്, കാശ്മീരിൻ്റെ പ്രത്യേക അവകാശം എടുത്തു കളയുന്നതുണ്ട്, നമ്മുടെ രാജ്യത്തെ ധ്രുവീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ അധികാരത്തെ കേന്ദ്രീകരിപ്പിക്കുന്ന NIA നിയമ ഭേദഗതിയുണ്ട്. ഈ പറയുന്ന എല്ലാ വിഷയത്തിലും ഈ നാട്ടിലെ UDF എടുത്ത സമീപനം എന്താ? കേരളത്തിലൊരു നിലപാടും കേന്ദ്രത്തിലൊരു നിലപാടുമായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അവിടെ ഒരു സമരത്തിന് ഇവർ നേതൃത്വം കൊടുത്തിട്ടുണ്ടോ? NIA നിയമ ഭേദഗതി നടക്കുമ്പോൾ പാർലമെൻറ്റിനകത്ത് അമിത്ഷാ ചോദിക്കുകയാണ്, ആരാണ് തീവ്രവാദി? ഞാനൊന്ന് കാണട്ടെ, ഇതിനെ എതിർക്കുന്ന തീവ്രവാദികളായിട്ടുള്ള ആളുകളെ ഞാനൊന്ന് കാണട്ടെ. അതായത് വെല്ലുവിളിച്ച് പ്രകോപിപ്പിക്കുക. അപ്പോൾ മുട്ടുപറച്ചു. അതിൽ നിന്ന് മെല്ലെ സൈഡിലൂടെ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ അവിടെ ആരിഫ് ഉൾപ്പെടെയുള്ള MP-മാർ എണീറ്റ് നിന്ന് ഞങ്ങൾ ഇതിനെ എതിർക്കുന്നു എന്ന് പറയുന്നു. ഇന്ത്യയിൽ തന്നെ സംസ്ഥാനങ്ങളുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ കേരളമല്ലേ ആദ്യമായി ഈ വിഷയത്തിലൊക്കെ നിലപാട് പറയുന്നത്, പ്രമേയം പാസ്സാക്കുന്നത്, കോടതിയിൽ പോകുന്ന ഒരു സ്യൂട്ട് കൊടുത്ത ഏക സംസ്ഥാനം കേരളമല്ലേ? അപ്പോൾ ഞങ്ങളുള്ളിടത്ത്, ഇടതുപക്ഷമുള്ളിടത്ത് ഏറ്റവും കൃത്യമായി ഈ നിലപാടൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ന്യൂനപക്ഷ വിഷയങ്ങളിൽ പാർലമെന്റിൽ നടത്തിയ ഇടപെടലുകൾ ചൂണ്ടിക്കാട്ടിയാണ് ETയുടെ പ്രചാരണം. ഇടപെടൽ ഒന്ന് പാർലമെൻറ്റിനുള്ളിൽ ഉന്നയിക്കുക, 2 നിയമപരമായ പോരാട്ടം, 2 നമ്മൾ ചെയ്തു. പാർലമെൻറ്റിനുള്ളിൽ ഞാനും കുഞ്ഞാൽ സാഹിബും തടസ്സവാദം ഉന്നയിച്ചു നിയമം വന്നപ്പോൾ. മറ്റ് 8 പേരേ ഉള്ളൂ, അതിൽ CPM ഒന്നും ഇല്ല തടസ്സവാദം ഉന്നയിക്കാൻ. ഇപ്പോൾ നോക്കിയാൽ കാണാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൽ ചർച്ച വരുന്നു. ആ ചർച്ചയിൽ ഞങ്ങൾ 2 പേരും പങ്കെടുത്തു. ഞങ്ങൾ 2 ഓപ്പർച്യൂണിറ്റി അക്കാര്യത്തിൽ ഉപയോഗിച്ചു. നിയമ പോരാട്ടത്തിൽ നിങ്ങൾക്കറിയാം നമ്പർ 1 ആയിട്ട് ഞങ്ങളുടെ പെറ്റീഷനാണ് സുപ്രീം കോടതിയിൽ മുമ്പായത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിനെ ഞങ്ങൾ ഓപ്പോസ് ചെയ്യാൻ ഫസ്റ്റ് പെറ്റീഷണർ ഞങ്ങളാണ്.
സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആർക്കെങ്കിലും UDF വോട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗബലം പാർലമെൻറ്റിൽ കൂടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് ഈ നാടിൻ്റെ അഭിപ്രായം പാർലമെൻറ്റിനകത്ത് കൃത്യമായി ഈ മതനിരപേക്ഷതയുടെ മാനവികതയുടെ നിലപാടുകൾ ഈ പാർലമെൻറ്റിനകത്ത് പറയാൻ കെൽപ്പുള്ള മുന്നണി ഇടതുപക്ഷമാണ് എന്നുള്ള ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഭാഗമെല്ലാം ഞങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. എല്ലാ വിഭാഗം മുസ്ലിം സംഘടനകളും UDF-നൊപ്പം നിൽക്കുമെന്ന് ET മുഹമ്മദ് ബഷീർ പറയുന്നു. മുസ്ലിംകൾ ന്യൂനപക്ഷത്തിന് ധാരാളമായിട്ട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പൊതുവേ ഈ പ്രാന്തവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ, ജനാധിപത്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ, മതേതരത്വത്തിന് തകർച്ചയിൽ നൊന്ത് കഴിയുന്ന ആളുകൾ, ഇവരുടെ എല്ലാവരുടെയും എൻ ബ്ലോക്ക് ആയിട്ടുള്ള പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. ചെറുപാർട്ടികളുടെ നിലപാടും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. വെൽഫെയർ പാർട്ടി, SDPI, PDP പോലെയുള്ള സംഘടനകൾക്ക് നിർണായക സ്വാധീനം മലപ്പുറം മണ്ഡലത്തിലുണ്ട്. ഇവരുടെ നിലപാടുകളും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാം. വർഷങ്ങളായി പാർലമെന്ററി രംഗത്ത് സജീവമായി ETയുടെ ഇടപെടൽ ചൂണ്ടിക്കാട്ടിയാണ് മുസ്ലിം ലീഗിന്റെ വോട്ടുപിടുത്തം. ന്യൂനപക്ഷ വിഷയങ്ങളിലടക്കം ET നടത്തിയ ഇടപെടൽ തുടരണമെന്നാണ് ലീഗ് വാദം. യുവരക്തമായി വസീഫ് പാർലമെന്റിൽ എത്തേണ്ടതിന്റെ ആവശ്യം ഇടതുപക്ഷവും ഉയർത്തിക്കാട്ടുന്നു. സകല പാർട്ടി സംവിധാനങ്ങളും ഇറക്കിയാണ് CPM DYFI സംസ്ഥാന പ്രസിഡന്റിനായി വോട്ട് പിടിക്കുന്നത്. പരമ്പരാഗതമായുള്ള പാർട്ടി രീതിയിലാണ് ETയുടെ പ്രചാരണം. ഇരുമുന്നണികളും പ്രചാരണ രംഗത്ത് സജീവമാണ്. മലപ്പുറത്തിന്റെ പച്ചക്കോട്ടയ്ക്ക് ഒരിളക്കവും സംഭവിക്കില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ കണക്കുകൂട്ടൽ. മലപ്പുറത്തിന്റെ കൽബിനെ ചുവപ്പണിയിക്കാമെന്ന് ഇടതുപക്ഷവും പ്രതീക്ഷിക്കുന്നു. വോട്ട് വർദ്ധിപ്പിക്കുക മാത്രമാണ് BJP ലക്ഷ്യമിടുന്നത്.